ഹായ് എവരിവൺ, ഒരു അടിപൊളി ന്യൂസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അതായത് ഇന്ത്യക്കാർക്ക് യൂറോപ്പിലേക്ക് ഒരു ഫ്രീ വിസ നൽകുന്ന ഒരു രാജ്യത്തിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഷെയർ ചെയ്യണത്. നമുക്ക് അവിടെ എത്തിപ്പെടാൻ ഒരു വിസയുടെ ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രീസിൽ ഒന്നാണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഒരു സേഫസ്റ്റ് കൺട്രിയാണ് കേട്ടോ. അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതും വളരെ ചെറിയൊരു രാജ്യം തന്നെയാണ്. വെറും 89,000 ആളുകൾ മാത്രമാണ് കേട്ടോ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഇനി ഏതാണ് ഈ രാജ്യം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡോറ. ഓക്കെ, അതായത് ഫ്രാൻസിനും സ്പെയിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ആൻഡോറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ്, അതുപോലെ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള രാജ്യമാണ്. സോ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കും പിന്നെ മറ്റ് ചില രാജ്യത്തെ ആളുകൾക്കും ഇവിടേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഫ്രീ വിസ നൽകുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, സോ ഒരു വിസയൊന്നും വേണ്ട അവിടേക്ക് എത്തിപ്പെടാൻ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ഈ ഒരു രാജ്യത്ത് ഒരു എയർപോർട്ട് ഇല്ല. ഓക്കെ, സോ നമുക്ക് അവിടെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്പെയിനിൽ എത്തിപ്പെടണം അല്ലെങ്കിൽ ഫ്രാൻസ് പോകണം. ഇതിൽ ഏതെങ്കിലും വഴി നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമുക്കിപ്പോൾ ഈ ഒരു ആൻഡോറയ്ക്ക് ഒരു വിസ വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പെയിനിക്കോ അല്ലെങ്കിൽ ഫ്രാൻസിക്കോ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ വേണം നമ്മളുടെ കയ്യിൽ. സോ ഈ ഒരു ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഈ ഒരു ഷെങ്കൻ കൺട്രീസിൽ പെടുന്നത് തന്നെയാണ്. ഷെങ്കൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ ഒരു ഷെങ്കൻ രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 29 ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു ആൻഡോറ എന്ന് പറയുന്നത് ഒരു ഷെങ്കൻ രാജ്യമല്ല, ബട്ട് ഇന്ത്യക്കാർക്ക് വിസ വേണ്ട. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യക്കാർക്ക് ആൻഡോറയ്ക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ വഴി വേറൊരു രാജ്യത്ത് എത്തിപ്പെട്ടിട്ട് വേണം വരാൻ. ഈ ഒരു ആൻഡോറ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല സാലറി കൊടുക്കുന്ന രാജ്യം തന്നെയാണ് ഈ ഒരു ആൻഡോറ എന്ന് പറയുന്നത്. അതായത് മന്ത്ലി ഒരു 1000 യൂറോസിന് പ്ലസ് മന്ത്ലി സാലറീസ് കൊടുക്കുന്ന ജോബുകളും ഉണ്ട് കേട്ടോ. സോ ഇപ്പോൾ ഈ ഒരു ആൻഡോറ എന്ന് പറയുന്ന രാജ്യം കുറച്ച് ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഏതെങ്കിലും ആളുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിക്കാരൊക്കെ നിങ്ങൾക്ക് വിത്തൗട്ട് വിസ വഴി യൂറോപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ആൻഡോറയ്ക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഈ ഒരു ആൻഡോറയ്ക്ക് എങ്ങനെയാണ് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ യൂറോപ്പിലെ ഏതെങ്കിലും കൺട്രീസിൽ പോയിട്ട് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ജോബ് കിട്ടാത്ത ഒരാൾക്ക് ആൻഡോറയ്ക്ക് വരാൻ പറ്റും. ഓക്കെ, അവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു യൂറോപ്പിലേക്ക് തന്നെ ഈ ഒരു ട്രാവൽ വിസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെങ്കൻ വിസയിൽ യൂറോപ്പിലത്തെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയ ആളുകൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് സീക്കർ വിസ വഴി പോയ ആളുകൾക്ക് അവിടെ ജോബൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ആൻഡോറയ്ക്ക് വരാൻ പറ്റും. സോ ഈ ഒരു ഷെങ്കൻ വിസ അല്ലെങ്കിൽ ഈ ഒരു ജോബ് സീക്കർ വിസ ഒക്കെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻഡോറയ്ക്ക് വരാൻ പറ്റും കേട്ടോ. സോ നമുക്കവിടെ ആക്സസ് ഉണ്ട്, നമുക്ക് വേറൊന്നും വേണ്ട. സോ അങ്ങനെ വരുന്ന ആളുകൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് സൂട്ടാവുന്ന ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജോബ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡോറയിലുള്ള ഈ ഒരു ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ നമുക്ക് വർക്ക് പെർമിറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു വിസിറ്റ് വിസയിൽ ഒരു യൂറോപ്യൻ കൺട്രി പോയിട്ട് അവിടെ പോയിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ആൻഡോറ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ആൻഡോറയിൽ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് കാറ്റലൻ ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ സ്പാനിഷും സ്പീക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു സ്പാനിഷ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള രാജ്യം തന്നെയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും വൈഡ്ലി സ്പോക്കൺ ചെയ്യുന്ന ആളുകളും ആൻഡോറയിലുണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിനൊക്കെ പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ആളുകളും ആൻഡോറയിലുണ്ട്. സോ ഈ ഒരു ജനസംഖ്യ വളരെ കുറവായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി സാധ്യത കൂടുതലാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. സോ നമ്മളവിടെ ഒരു എംപ്ലോയറിനെ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എംപ്ലോയർ കൂടുതൽ റിക്വയർമെൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിനും ചാൻസ് ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ബട്ട് എന്നാലും അതിനായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, അതായത് എക്സ്പീരിയൻസ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ബട്ട് ഈ ഒരു ആൻഡോറയിൽ ഇന്ത്യൻസ് വളരെ കുറവാണ് കേട്ടോ. വെറും 77-75 ആളുകൾ മാത്രമാണ് ഈ ഒരു ആൻഡോറയിൽ ജീവിക്കുന്നത്, അതായത് ഇന്ത്യക്കാർ. ഓക്കെ, സോ ഈ ഒരു ആൻഡോറയ്ക്ക് നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഏതെങ്കിലും ജോബിന് നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ട് അവിടെ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. സോ ഈ ഒരു ആൻഡോറയിലേക്ക് പോയിട്ട് ഒരു ജോബ് സീക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക. ഈ ഒരു എംപ്ലോയർ നമുക്ക് ഈ ഒരു ജോബ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് പെർമിറ്റ് നേടാൻ പറ്റും. ദെൻ നമുക്ക് വർക്ക് വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സ്പെയിൻ എംബസിയാണ് ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ആൻഡോറയ്ക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അവിടെ ജോബ് കിട്ടിയ ഒരാൾക്ക് നമുക്ക് ഈ ഒരു എംബസിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ഇനി എല്ലാവർക്കും ഉള്ള സംശയം നമുക്കിവിടെ PR കിട്ടുമോ എന്നുള്ളതൊക്കെയാണ്.
സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവിടെ പോണ ആളുകൾക്കൊക്കെ PR കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം നല്ല റിക്വയർമെൻറ്റ്സ് അതിന് കാണിക്കുന്നുണ്ട്. സോ സാധാരണ ഒരു വർക്കറായിട്ട് പോകുന്ന ഒരാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളെന്താ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടിയിട്ട് അത് നമുക്ക് റിന്യൂ ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ അൻഡോറയിലേക്ക് എത്തിയിട്ട് നമുക്ക് 90 ദിവസം വരെ നമുക്ക് അവിടെ വിസ അല്ലാണ്ട് നമുക്ക് ഈ ഒരു അൻഡോറയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതിനുള്ള നിങ്ങളൊരു ജോബ് നിങ്ങൾ സെക്യൂർ ആക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു അൻഡോറയ്ക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുക. ഓക്കെ, സോ അൻഡോറ എന്ന് പറയുന്നത് നല്ലൊരു രാജ്യം തന്നെയാണ്. സാലറിയുടെ കാര്യത്തിലാണെങ്കിലും കാണാനാണ് എന്നുണ്ടെങ്കിലും. സോ ഇന്ത്യക്കാർക്ക് ഒരു ഫ്രീ വിസ കൊടുക്കുന്ന രാജ്യം തന്നെയാണ് അൻഡോറ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു രാജ്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനുണ്ട്. നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻസ് ഈ ഒരു ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.